ഹലോ ഫ്രണ്ട്സ്, മഴനൂര് മുംബൈയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അലീനയോട് സ്റ്റാൻലി പറയുന്നുണ്ട് വണ്ടിയിലേക്ക് കയറി ഫ്രണ്ടിലേക്ക് വന്നിരിക്കാൻ. പക്ഷേ അപ്പച്ചനോട് ഇരിക്കാനാണ് അലീന പറയുന്നത് കേട്ടോ. അത് കേൾക്കുമ്പോൾ സ്റ്റാൻലിക്ക് നല്ല ദേഷ്യം വരാണ്. കാരണം അലീനയോട് ഫ്രണ്ടിലിരിക്കാൻ പറഞ്ഞിട്ട് അലീനയ്ക്കൊരു അനുസരണയില്ല. അതുകൊണ്ട് തന്നെ ദേഷ്യത്തോട്, അലീന ഞാൻ പറഞ്ഞത് കേട്ടില്ലായിരുന്നോ? കേട്ടു, പിന്നെന്തേ അനുസരിക്കാൻ ഇത്ര ബുദ്ധിമുട്ട്? ദേഷ്യം കാണുമ്പോൾ തന്നെ അലീനയ്ക്ക് ഇച്ചിരി ഒന്ന് പേടിയൊക്കെ വരുന്നുണ്ട്. അങ്ങനെ നേരെ വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് കയറിയിരിക്കുകയാണ് കേട്ടോ. അപ്പച്ചൻ നേരെ പുറകിലിരിക്കുകയാണ്. വിനോദിനോട് നോക്കുന്നുണ്ട്. എന്നിട്ട് വിനോദം കൂടെ കയറണ്ടേ എന്ന് സ്റ്റാൻലിയോട് ചോദിക്കുമ്പോൾ വേണ്ട, നമ്മൾ 3 പേര് മാത്രം മതി. അങ്ങനെ അവർ നേരെ റബ്ബർ തോട്ടത്തിലേക്ക് യാത്ര തിരിക്കുക കേട്ടോ. പോകുന്ന വഴിയും ആ തോട്ടത്തിനകത്ത് കയറുമ്പോൾ ഉള്ള പച്ചപ്പും കുളിർമയും ഇതെല്ലാം ശരിക്കും നമ്മുടെ അലീന ആസ്വദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ വിനോദിനോട് ആൻ്റപ്പൻ ചോദിക്കുകയാണ്, അതെ എങ്ങനെയുണ്ട് സാറിൻ്റെ മോള്? അപ്പോഴാണ് വിനോദ് പറയുന്നത്, അടിപൊളിയല്ലേ, സൂപ്പർ, ഇത്ര കാലം ഈ കൊച്ചത് എവിടെയായിരുന്നു എന്ന് അവരങ്ങനെ നിന്ന് സംസാരിക്കുന്നു കേട്ടോ. പക്ഷേ അലീനയാണെങ്കിൽ ഈ യാത്ര ഭയങ്കരമായിട്ട് ആസ്വദിക്കുകയാണ്. തോട്ടത്തിനകത്ത് തൊഴിലാളികളും ഒക്കെ ഉണ്ട്. അതെല്ലാം കഴിഞ്ഞ് അവരെയൊക്കെ കാണുന്നുണ്ട്. തോട്ടത്തിൻ്റെ ഏകദേശം ഒരു മധ്യഭാഗത്ത് അവരുടെ ഓഫീസിൻ്റെ അടുത്തായിട്ട് വണ്ടി കൊണ്ട് നിർത്താണ്. അവിടെ നിന്ന് അലീനയും പപ്പയും അപ്പച്ചനും കൂടെ ഇറങ്ങി വരുമ്പോൾ നമ്മുടെ സ്റ്റാൻലി പറയാനുണ്ട്, ഇതാണ് എൻ്റെ തോട്ടം, ഇവിടുന്ന് മുകളിലും താഴെയും ഒക്കെ ഉണ്ട്. ഈ കാണുന്നത് മുഴുവനും ആരും തിരിഞ്ഞു നോക്കാതെ കിട്ടുന്ന ഒരു കുറ്റിക്കാടായിരുന്നു. പിന്നെ ഒരാളുടെ കയ്യിൽ ഇരുന്നതാണ്. പിന്നെ ഇത് ഞാൻ അവിടെ നിന്ന് വാങ്ങി റബ്ബറൊക്കെ വാങ്ങിച്ച് പിടിപ്പിച്ചു. ഓ, തന്നെത്താനും ചെയ്തതല്ലല്ലോ, തൊഴിലാളികളെ കൊണ്ട് ചെയ്യിച്ചതല്ലേ, നമ്മൾ കൂലി കൊടുത്തല്ലേ ഉള്ളൂ എന്നിങ്ങനെ പറയുമ്പോൾ അലീന. അപ്പോൾ ഉടനെ സ്റ്റാൻലി പറയുന്നുണ്ട്, ഞാൻ എൻ്റെ പൈസ കൊണ്ട് വാങ്ങിച്ചതാണിത്, പിന്നെ പ്ലാന്റേഷനും ഒക്കെ ഞാൻ തന്നെയാണ് ചെയ്തത് എന്ന് വീണ്ടും സ്റ്റാൻലി പറയാനുണ്ട്. അപ്പോൾ അലീന ഒന്ന് സംശയത്തോടെ നോക്കിയിട്ട്, എങ്ങനെയായാലും ഈ തൊഴിലാളികൾ തന്നെ വേണ്ടേ ഇതൊക്കെ ചെയ്യാനായിട്ട്? തൊഴിലാളികളില്ലായിരുന്നെങ്കിൽ ഇങ്ങനെയൊരു തോട്ടം ഇവിടെ ഉണ്ടാവുമായിരുന്നു, ശരിയല്ലേ? അപ്പോൾ സ്റ്റാൻലിക്ക് അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. പറയുന്നതിനൊക്കെ വലിയ വർത്തമാനമാണല്ലോ നമ്മുടെ അലീന പറയുന്നത്. അപ്പച്ചനും ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ അപ്പച്ചനോട് നമ്മുടെ സ്റ്റാൻലി പറയണം, അപ്പച്ചാ ഇവൾക്ക് എന്താ ഞങ്ങൾ പറയണമെന്ന് മനസ്സിലാകാത്തത്? ബുദ്ധിയില്ലേ തീരെ? അപ്പോൾ അപ്പച്ചൻ പറയാം, ബുദ്ധി ഇല്ലാത്തതല്ലടാ, ബുദ്ധി അവൾക്ക് കൂടുതലാണ്, അറിയോ? അവൾ ചോദിച്ചതിൽ എന്താ തെറ്റ്? ഒരു തെറ്റുമില്ല. പിന്നെ നീ പറഞ്ഞതിലും തെറ്റില്ല, രണ്ടും കറക്റ്റ് തന്നെയാണ്. അങ്ങനെ പറയാണ്. അപ്പം നമ്മുടെ ലാലിച്ചനാണെങ്കിൽ ചെറിയ പരിഭവമൊക്കെ അലീനയോട് ചോദിക്കുകയാണ് കേട്ടോ. കാരണം പറയുന്നതൊന്നും അതേപടി അലീന അനുസരിക്കില്ല, അതിനെല്ലാം ബദലായിട്ട് സംസാരിക്കല്ലേ. അങ്ങനെ അലീന മൊത്തത്തിൽ തോട്ടമെല്ലാം ഒന്ന് കറങ്ങി ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് നേരെ അപ്പച്ചൻ്റെ അടുത്തും പപ്പയുടെ അടുത്തും വന്ന് ചോദിക്കുകയാണ്, ഈ തോട്ടത്തിൽ നിന്ന് നല്ല വരുമാനം കിട്ടില്ലേ? അപ്പോഴാണ് അപ്പച്ചൻ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ ജോലിക്കാരും കാര്യങ്ങളും നല്ല രീതിയിലൊക്കെ പോകുന്നത് കൊണ്ടും തെറ്റില്ലാത്ത വരുമാനമൊക്കെ ഇവിടുന്ന് കിട്ടുന്നുണ്ട്. എന്നാലും ആവറേജ് ഒരു ദിവസം എന്ത് വരുമാനം കിട്ടും എന്ന് അലീന ചോദിക്കുമ്പോൾ 1 ലക്ഷം വീതം കിട്ടും. അങ്ങനെ നോക്കണമെങ്കിൽ മാസം 30 ലക്ഷം രൂപ കിട്ടത്തില്ലേ? അയ്യോ അതെ എന്ന് സ്റ്റാൻലി പറയാം. അപ്പോൾ വീണ്ടും ചോദിക്കുന്നുണ്ട് അലീന, അതെ ഇത്രയും പൈസ കിട്ടുമ്പോഴേ അതുകൊണ്ട് എന്താ ഇവിടെ ചെയ്യുന്നത്? കൊള്ളാം, അതിൻ്റെ പകുതിയും ഈ തോട്ടത്തിൽ തന്നെയാണ് ചിലവാക്കേണ്ടത്. വളമിടണ്ടേ, തോട്ടക്കാർക്ക് പൈസ കൊടുക്കണ്ടേ, പിന്നെ വേറെ പല പണികളില്ലേ? എന്നാലും 1 വർഷം 1 കോടിയൊക്കെ ലാഭം കിട്ടത്തില്ലേ? അപ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട്, അതെ അത്രയൊക്കെ കിട്ടും. സംഭാവനയൊക്കെ കൊടുക്കാറുണ്ടോ? ഉണ്ട്. രാഷ്ട്രീയ പാർട്ടികൾ, സംഘടനകൾ, പള്ളി, ക്ലബ്ബ് കൊടുക്കാൻ മനസ്സില്ല എനിക്ക്, എന്നാലും അവർ നിർബന്ധം വന്ന് പിരിവ് നടത്തിയിട്ട് പോവുമല്ലോ. അപ്പോൾ അലീന പറയണം, നല്ല മനസ്സോടെ അലിവോടെ അനുകമ്പയോടെ ആർക്കെങ്കിലും കൊടുക്കാറുണ്ടോ? ചികിത്സിക്കാൻ കഷ്ടപ്പെടുന്ന രോഗികൾക്ക്, പഠിക്കാൻ ഫീസ് കൊടുക്കാനോ ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്ന കുട്ടികൾക്ക്, മാറി കൊടുക്കാൻ ഡ്രസ്സില്ലാത്ത കുഞ്ഞുങ്ങൾക്ക്, വീടില്ലാത്തവർക്ക്, മരുന്നും ഭക്ഷണവും ഇല്ലാത്ത അനാഥർക്ക്. അപ്പോൾ ഉടനെ സ്റ്റാൻലി പറയണം, എനിക്കതിനൊന്നും സമയമില്ല, എൻ്റെ ജോലിയൊന്നും അല്ലത്, ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നത് ആൻ്റപ്പനാണ്. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, ഏതെങ്കിലും ഓർഫണേജിനോ അനാഥാലയത്തിനോ എന്തെങ്കിലും സംഭാവന കൊടുത്തു എന്ന് വെച്ചാൽ നമുക്ക് എന്ത് നഷ്ടം വരാനാ? എത്ര പേർക്ക് അതുകൊണ്ട് ആശ്വാസം കിട്ടുന്നത്? അപ്പോൾ സ്റ്റാൻലി, അലീന നീ ഒന്ന് നിർത്തുന്നുണ്ടോ സ്റ്റുപ്പിഡ് എന്ന് ദേഷ്യത്തോടെ പറയുമ്പോൾ അലീനയും വിട്ടു കൊടുക്കുന്നില്ല. വീണ്ടും പറഞ്ഞിട്ട്, എപ്പോൾ നോക്കിയൊരു അനാഥാലയം, അതിൻ്റെ പേര് മാത്രം നിനക്ക് പറയാനുള്ളൂ? അപ്പോൾ അലീന പറയുന്നുണ്ട്, ഒരു അനാഥാലയമല്ലേ കേണൽ സ്റ്റാൻലി ജോസഫിൻ്റെ മകളെ 23 വർഷം വളർത്തിയതും സംരക്ഷിച്ചതും ഒക്കെ? അത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ സ്റ്റാൻലിയുടെ മനസ്സ് പെട്ടെന്ന് അങ്ങ് അലിഞ്ഞു കേട്ടോ.
എന്നിട്ട് വീണ്ടും അലീന പറയാൻ, ഇല്ലാത്തവർക്കും വിശക്കുന്നവർക്കൊക്കെ കുറച്ച് ആശ്വാസം കൊടുക്കുന്നില്ലെങ്കിൽ പിന്നെ ഈ കാണുന്നതൊക്കെ റബ്ബർ മരങ്ങളാണോ? അല്ല, പാഴ്മരങ്ങളാ. അത്രയും കൂടെ കേൾക്കുമ്പോൾ വീണ്ടും സ്റ്റാൻലിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ്. എന്നിട്ട് അലീനെ മൊത്തത്തിലൊന്നും ചെറഞ്ഞൊരു നോട്ടം, ദേഷ്യം വന്ന് വണ്ടിയിലേക്ക് പോയി ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അപ്പച്ചന് കാര്യം പിടികിട്ടി, നല്ല ദേഷ്യമുണ്ടെന്ന്. അപ്പച്ചൻ നേരെ അലീനയുടെ അടുത്തേക്ക് വരികയാണ്. എന്താ മോളെ, നീ പറഞ്ഞത് ഒരു തെറ്റുമില്ല, ശരി തന്നെയാണ്. ലാലിച്ചനെ നല്ല ദേഷ്യം വന്നിട്ടുണ്ട്. അതിനപ്പച്ച ഞാൻ വന്നും മോശമായിട്ട് പറഞ്ഞോ? ഇല്ലെന്നേ, മോളൊന്നും പറഞ്ഞില്ല. പക്ഷെ അവനെ കുറച്ച് ദേഷ്യക്കാരനാണ്. അതിന് കേണലൊന്നും അല്ലല്ലോ, ഇപ്പോൾ റിട്ടയർഡ് അല്ലേ? അതെ, എന്നാലും അഹംഭാവമൊക്കെ ഒത്തിരി കുറച്ചാൽ മതി. ദേഷ്യമൊക്കെ തന്നെ കുറഞ്ഞോളും വല്യപ്പച്ച. അപ്പോഴാണ് സ്റ്റാൻഡിൽ അവിടെ നിന്ന് ഹോൺ അടിക്കുക കേട്ടോ, ദേഷ്യം കൊണ്ടിട്ട്. വാ നമുക്കിനി വണ്ടിയിലേക്ക് കയറാം. അവന് ദേഷ്യം വന്നു തുടങ്ങി. അങ്ങനെ അവർ വണ്ടിയിലേക്ക് കയറണം. അത് കഴിഞ്ഞ് അലീനെ ഒന്ന് സൂക്ഷിച്ച് നോക്കുന്നുണ്ട് നമ്മളെ സ്റ്റാൻലി. അലീനയും വിട്ടു കൊടുക്കുന്നില്ല, മുഖവും പെരുകി വെച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അവിടെ നിന്ന് വണ്ടി നല്ല ദേഷ്യത്തിൽ സ്പീഡിലെടുത്തും കൊണ്ട് പോയി ഓഫീസൊക്കെ കെട്ടിയിരിക്കുന്ന അതിൻ്റെ അടുത്തേക്ക് കൊണ്ട് നിർത്തുകയാണ്. അവിടെ ഇറങ്ങിയിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതെ, ഇതാണ് നമ്മുടെ ഓഫീസും കാര്യങ്ങളൊക്കെ. അവിടെ ചെന്നിറങ്ങുമ്പോൾ തന്നെ സ്വീകരിക്കാനായിട്ട് അവിടുത്തെ മാനേജറൊക്കെ വരുമ്പോൾ അലീനെ അന്തം വിട്ട് നോക്കണം കേട്ടോ. അപ്പോൾ ഇതെൻ്റെ മകളാണെന്ന് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ആദ്യം സ്റ്റാൻലി പറയേണ്ട അലീനെ ഇറങ്ങേണ്ട ആവശ്യമൊന്നുമില്ല, ഓഫീസും കാര്യങ്ങളൊന്നും അത്ര കാണാനൊന്നുമില്ല എന്ന്. അപ്പച്ചൻ പറയുന്നുണ്ട് അതൊന്നുമില്ല, അവൾക്ക് താല്പര്യമാണെങ്കിൽ അവളെ കൂടെ കൊണ്ടുപോകുമെന്ന് പറയാം കേട്ടോ. അന്നേരം അലീനെ പപ്പയ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ വരുന്നില്ല. ഇല്ലില്ല, വന്നോ, കുഴപ്പമില്ല. അങ്ങനെയാണ് അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നത് കേട്ടോ. അങ്ങനെ അകത്തേക്ക് കയറിയൊക്കെ ചെല്ലാണ്. ആ സമയത്ത് പെട്ടെന്ന് മാനേജർ പറഞ്ഞുകൊണ്ട്, ഇത് മകളാണെന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു. ആദ്യമായിട്ടാണല്ലേ ഇങ്ങോട്ട്? അതെ. അപ്പോൾ അപ്പച്ചൻ പതുക്കെ അലീനയുടെ ചെവിയിൽ പറഞ്ഞു കൊടുക്കുക. അകത്ത് കയറി ചെല്ലുമ്പോൾ എല്ലാവരും ചോദിക്കും നീ എന്താ ചെയ്യുന്നതെന്ന്. തട്ടി വിട്ടേക്കണം. MA B.Ed MBBS എന്നെല്ലാം അങ്ങ് പറയണം. അതെന്താ അപ്പച്ച, അതൊക്കെ എന്ത് സാധനം? അതൊക്കെ എന്ത് സാധനമെന്നോ നിനക്കറിയത്തില്ലേ? എന്നാൽ ഒരു കാര്യം ചെയ്യാം, ഒരു ഗുമ്മൊക്കെ വേണ്ടേ, അതുകൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ ഇല്ലായിരുന്നു, UK ഇംഗ്ലണ്ടിലായിരുന്നു പറഞ്ഞാലോ? എടി അത്രയ്ക്കൊക്കെ വേണോ എന്ന് അപ്പച്ച ചോദിക്കട്ടോ. അങ്ങനെ ഇവരകത്തേക്ക് കയറി ചെല്ലാണ്. സ്റ്റാൻലി ആണെങ്കിൽ നേരെ ഓഫീസ് റൂമിനകത്തേക്ക് കയറുന്നുണ്ട്. അവിടെ ഒരു ലേഡി സ്റ്റാഫും മറ്റുള്ളവരൊക്കെ ഉണ്ട്. എല്ലാവരും വന്ന് അലീനയും അപ്പച്ചനെയും പരിചയപ്പെട്ട് ക്ഷണിച്ച് അവിടെ ഒരു കസേരയിൽ ഇരുന്നോളൂ എന്ന് പറഞ്ഞ് രണ്ടുപേരെ അങ്ങോട്ട് കൊണ്ടുപോയി ഇരുത്തുന്നുണ്ട്. അവിടെ അങ്ങനെ സ്റ്റാൻലി ആണെങ്കിൽ ഓഫീസിൽ ഫയലുകളും ചെക്കുകളും ഒക്കെ പരിശോധിക്കുന്നുണ്ട്. അതിൽ ചില കാര്യങ്ങളൊക്കെ ദേഷ്യം വന്ന് മാനേജറോട് ദേഷ്യപ്പെടുകയും ഒക്കെ ചെയ്യാണ്. പുറത്തിരിക്കുന്ന അലീനയോട് അപ്പച്ചൻ ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് സ്റ്റാൻലിയുടെ ഓഫീസ്? പിന്നെ അടിപൊളിയല്ലേ, സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് അപ്പച്ചനോട് പറയുന്നുണ്ട്, ഇതൊക്കെ ആരാ ഇതൊക്കെ ചെയ്തത്? ഇതെല്ലാം അവൻ തന്നെത്താനെ ഉണ്ടാക്കിയതാ. അപ്പം ഉടനെ തന്നെ നമ്മുടെ അലീന ചോദിക്കുന്നുണ്ട്, കുടുംബസ്വത്തൊന്നും കിട്ടിയില്ലേ ലാലിച്ചന്, ഓഹരിയൊന്നും? അതൊക്കെ പണ്ടേ കൊടുത്തതാ, അതെല്ലാം വിറ്റിട്ടാണ് ഇതെല്ലാം ഉണ്ടാക്കിയത്. എന്നിട്ട് പറയുന്നത് എല്ലാം ഒറ്റയ്ക്ക് ചെയ്തു എന്നാണല്ലോ. എടി, അവൻ ഇതൊക്കെ വലിയ അഭിമാനമാണ്. നീ അവനെ കുറച്ചൊന്നും കാണല്ലേ, എൻ്റെ പപ്പയല്ലേ. ഞാനങ്ങനെ കുറച്ച് കാണിക്കുമോ? ചെറിയ തിരുത്തലുകളൊക്കെ അല്ലേ ഉള്ളൂ. അങ്ങനെ അവർ ഭയങ്കര രസത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ അവിടുത്തെ സ്റ്റാഫുകളും കുറച്ച് പേരൊക്കെ വന്ന് ചോദിക്കുകയാണ്. ഇവിടുത്തെ അക്കൗണ്ടൻറ്റിനെയും മാനേജരെയും ഒക്കെ പരിചയപ്പെടുവാണ്. അപ്പം അലീനയോട് ചോദിക്കുന്നുണ്ട്, പഠിത്തമൊക്കെ കഴിഞ്ഞായിരുന്നോ? പഠിക്കുവാണോ? എൻ്റെ പഠിത്തമൊക്കെ കഴിഞ്ഞു. അത് ശരി, ജോലിയൊന്നും നോക്കിയില്ലേ? അതിൻ്റെ ആവശ്യമില്ലല്ലോ അല്ലേ? അപ്പം തന്നെ നമ്മുടെ അപ്പച്ചൻ പറഞ്ഞിട്ടുണ്ട്, അതെ തോട്ടം നോക്കാനേ ഇവളും കൂടി സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നിങ്ങനെ അപ്പച്ചൻ ചുമ്മാ അടിച്ചങ്ങ് വിടുക കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട്, അത് കൊള്ളാം, നല്ല കാര്യം തന്നെ, ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടെന്നേ ഉള്ളൂ, നിങ്ങളിരിക്കെ, ഞങ്ങൾ ചെല്ലട്ടെ, ജോലിയുണ്ടെന്ന് പറഞ്ഞ് അവരങ്ങോട്ട് പോകണം കേട്ടോ. അങ്ങനെ അപ്പച്ചനും അലീനയും കൂടെ അവിടെ നിന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ എന്നിട്ട് അലീന പറഞ്ഞിട്ടുണ്ട്, അതെ ഇവിടുത്തെ കാര്യങ്ങളും കണക്കുകളൊക്കെ കറക്റ്റാണോ? വല്ലപ്പോഴും അല്ലേ സ്റ്റാൻലി പപ്പ വന്ന് ഇതൊക്കെ നോക്കാറുള്ളൂ. ഇവിടുത്തെ അതിനിപ്പോൾ എന്താ, ഇവിടെ എല്ലാം കണക്കെല്ലാം കറക്റ്റാടി. അല്ല, ഞാൻ എന്തെങ്കിലും ചെക്ക് ചെയ്യേണ്ടി വരുമോ? വേണ്ട, അതൊന്നും അവന് ഇഷ്ടപ്പെടില്ല എന്നിങ്ങനെ പറയാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇവർ തിരിച്ചവിടുന്ന് പോവുകയാണ്. ഓഫീസെല്ലാം കണ്ട് ബോധിച്ചു. പോകുന്ന വഴിക്ക് ഒരു ചെറിയൊരു തോടും കനാലും ഒക്കെ കാണുന്നുണ്ട് കേട്ടോ. അവിടെ ഇറങ്ങുകയാണ് അലീനയും കൊണ്ട്. അപ്പം സ്റ്റാൻലി പറയുന്നുണ്ട്, ഞാൻ നമ്മുടെ ഫാക്ടറിയിലേക്ക് വെള്ളം വരാൻ വേണ്ടി ഇവിടെ ഒരു ഡാം കെട്ടാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതെയോ? അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഫാക്ടറി നടത്താൻ വേണ്ടിയിട്ട് വെള്ളമൊന്നും ഇല്ലേ? ഫാക്ടറിക്ക് അടുത്തൊരു കുളമുണ്ട്, തൽക്കാലം അതാണിപ്പം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലിപ്പം പണ്ടത്തെ പോലെ വെള്ളമൊന്നും കിട്ടുന്നില്ല. വേറെ എന്തെങ്കിലും സോഴ്സ് നോക്കാതെ യാതൊരു രക്ഷയുമില്ല. അപ്പം നമ്മുടെ അലീന പറഞ്ഞുകൊണ്ട്, അങ്ങനെയാണെങ്കിൽ ഈ തോട്ടിൽ ചെക്ക് ഡാം കെട്ടി വെള്ളം എടുക്കാനായിട്ട് സർക്കാരിൻ്റെ അനുമതിയൊന്നും വേണ്ടേ? അത് വേണം, പക്ഷേ
അതിനുള്ള അനുമതി ഞാൻ പഞ്ചായത്തിൽ നിന്ന് വാങ്ങും. ആഹാ, തോട് പൊതുസ്വത്തല്ലേ, ഒരുപാട് ജനങ്ങൾക്ക് ഉപയോഗിക്കേണ്ടതല്ലേ, ഉദ്യോഗസ്ഥരൊക്കെ സമ്മതിക്കും പപ്പ. അപ്പം തന്നെ അപ്പച്ചൻ പറയുന്നുണ്ട്, മോളെ ചിക്കിലി കൊടുത്ത ഇവിടെ എന്താ നടക്കാത്തത്? ലാലിച്ചൻ ചെക്ക് ഡാമിനുള്ള സാങ്ഷൻ വാങ്ങി വെച്ചേക്കാണ്. അതെയോ, അച്ഛൻ അതിൻ്റെ സാങ്ഷനൊക്കെ കിട്ടിയോ? അപ്പോൾ അച്ഛൻ കൈക്കൂലി കൊടുത്താണോ അതൊക്കെ വാങ്ങിയത്? അപ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട്, ആദ്യം പഞ്ചായത്ത് എതിരായിട്ട് നിന്നു, പിന്നെ ഞാൻ അവർക്ക് പൈസ കൊടുത്തു, പിന്നെ റവന്യൂ, ഇറിഗേഷൻ, ജല അതോറിറ്റി, പാർട്ടി നേതാക്കൾ, അങ്ങനെ കുറേ എതിർപ്പുകളൊക്കെ ഉണ്ടായി. എല്ലാവരെയും ഇതേ ക്യാഷ് കൊടുത്ത് ഞാൻ ഒതുക്കി. ഓ, നാട്ടുകാരൊന്നും എതിർത്തില്ലേ പപ്പേ? അവരുടെ കണ്ണിൽ കുറച്ച് പൊടിയിടണം, അത്രയേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെക്ക് ഡാമിന് അടുത്തായിട്ട് ചെറിയൊരു കുടിവെള്ള പദ്ധതി പോലെ ഒരു വാട്ടർ ടാങ്ക് പണിത് വെച്ചിട്ടുണ്ട്. കുറച്ച് വീടുകളിലേ ഉള്ളൂ, അത് വെള്ളം പമ്പ് ചെയ്ത് അവർക്ക് ഉപയോഗിക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അലീന പറഞ്ഞിട്ട്, കൈക്കൂലി കൊടുത്തും കള്ളത്തരം കാണിച്ചാൽ അങ്ങനെ ഒരു നീരുറവ തടഞ്ഞു വെക്കുന്ന തെറ്റല്ലേ പപ്പ? ഓ, വെറുതെ ഒഴുകി പോകുന്ന വെള്ളം, അതിന് ഞാൻ കുറച്ച് തടഞ്ഞു വെച്ച് എടുത്തു, അത്രയല്ലേ ഉള്ളൂ, അതിലെന്താ ഇത്ര തെറ്റ്? അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ വേനൽക്കാല സമയത്ത് കുടിവെള്ള പദ്ധതിയൊക്കെ പ്രശ്നമാവില്ലേ? ആ സമയത്ത് കുടിവെള്ളം കിട്ടാതാവില്ലേ? ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ലേ പപ്പ? കുറച്ചൊക്കെ ഷോർട്ടേജ് ഉണ്ടാവും. നോക്കലീന, ഏതൊരു പദ്ധതി വന്നാലും കുറച്ച് പേർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. വ്യവസായശാലകൾ വരുമ്പോഴും റോഡ് വീതി കൂട്ടുമ്പോഴും റെയിൽവേകൾ പണിയുമ്പോഴും ഒക്കെ ജനങ്ങളെ ബാധിക്കും. അച്ഛാ, അതൊക്കെ പൊതുജനങ്ങൾക്ക് ഉപകാരം ഉണ്ടാവുന്ന കാര്യമില്ലേ? കുറച്ചൊക്കെ ബുദ്ധിമുട്ടുണ്ടായാലും അത് നാളെ കാലത്ത് പൊതുജനങ്ങൾക്ക് ഉപകാരം ഉണ്ടാവും. പക്ഷേ ഇവിടെ ഇപ്പോൾ ചെക്ക് ഡാം പണിതുകൊണ്ട് ആർക്കാ ഉപകാരം? നാട്ടുകാർക്ക് യാതൊരു ഉപകാരവും ഇല്ല. അതിൽ ഉപകാരപ്പെടുന്നത് ഒരാളേ ഉള്ളൂ, അത് പപ്പയ്ക്ക് മാത്രമല്ലേ? അല്ലേ പപ്പച്ചായ എന്ന് തിരിഞ്ഞ് അപ്പച്ചനോടും ചോദിക്കുകയാണ് കേട്ടോ. ഇതിന് മറുപടിയായിട്ട് എന്താണ് സ്റ്റാൻലി പറയേണ്ടത്? അപ്പോൾ ഉടനെ സ്റ്റാൻലി തിരിഞ്ഞു നോക്കി ദേഷ്യപ്പെട്ടിട്ട് അലീനോട് ചോദിക്കണം, നീ കമ്മ്യൂണിസ്റ്റുകാരിയാണോ? നീ ഏതാ പാർട്ടി? പറ, ആരാ നിൻ്റെ നേതാവ് എന്നൊക്കെ തിരിഞ്ഞ് അലീനയോട് ചോദിക്കാൻ കേട്ടോ. കാരണം വലിയ വായിൽ വലിയ രാഷ്ട്രീയ പ്രവർത്തകർ പറയുമ്പോഴുള്ള സംസാരമാണല്ലോ നമ്മൾ അലീന സംസാരിക്കുന്നത്. അപ്പോൾ അലീന കൈയെല്ലാം കെട്ടിയിരുന്ന് പപ്പയുടെ മുമ്പിൽ നിന്ന് എളിഞ്ഞ് നിന്നങ്ങ് പറയാം, എൻ്റെ നേതാവ് ഒരാളേ ഉള്ളൂ, അത് യേശുവാണ്, ലോകത്തിലെ ഒന്നാമത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് ഇത്രയും പറയണത് പുറകെ നിൽക്കുന്ന അപ്പച്ചൻ അങ്ങോട്ട് ചിരിച്ചു പോയിട്ടു. അലീനയുടെ ഈ സംസാരം കേട്ടോ ഉറച്ചങ്ങോട്ട് ചിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ സ്റ്റാൻലിക്ക് വീണ്ടും ദേഷ്യമായി കേട്ടോ. അങ്ങനെ സ്റ്റാൻലി ദേഷ്യം വന്ന് വീണ്ടും വണ്ടിയിലേക്ക് കയറുകയാണ്. അപ്പോൾ അപ്പച്ചൻ പറയാം, എടി അവന് നല്ല ദേഷ്യം വന്നു, ഇനിയിപ്പോൾ ഹോൺ അടിക്കാൻ തോന്നും, അതിന് മുമ്പേ നമുക്ക് വണ്ടിയിലേക്ക് കയറാം, നീ ഇങ്ങോട്ട് വാ. അങ്ങനെ അലീനനെ കൈയും പിടിച്ചുകൊണ്ട് നേരെ വണ്ടിയിലേക്ക് കയറും കേട്ടോ. പക്ഷേ വണ്ടിയാണെങ്കിൽ സാധാരണ പോലെ അല്ല കേട്ടോ, ദേഷ്യം കൊണ്ട് സ്പീഡിൽ അങ്ങ് എടുക്കുകയാണോ. അപ്പച്ചൻ ഇങ്ങനെ പുറകിലോട്ട് ആഞ്ഞു പോയി, അതുപോലെ അലീനയും. അങ്ങനെ അപ്പച്ചൻ സ്റ്റാൻലിയെ വഴക്ക് പറയുകയാണ്, എന്താടാ ഇങ്ങനെയാണോടാ വണ്ടി ഓടിക്കുന്നതെന്നും പറഞ്ഞിട്ട്. ദേഷ്യമല്ലേ ഭയങ്കര. കുറേ ദൂരം വണ്ടി ഇങ്ങനെ പോകുമ്പോൾ അലീനയ്ക്ക് മനസ്സിലായി പപ്പയ്ക്ക് എന്തോ ചെറിയ വിഷമം ഉണ്ടായിട്ടുണ്ട് ഞാൻ പറഞ്ഞതെന്ന്. അങ്ങനെ പപ്പയുടെ ദേഷ്യം തണുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള മരുന്നൊക്കെ നമ്മുടെ അലീനയുടെ കയ്യിലുണ്ടല്ലോ. അലീന എന്താ ചെയ്യുകയെന്നറിയോ? പതിയെ പപ്പയുടെ ആ ഗിയറിൽ പിടിച്ചിരിക്കുന്ന കൈയിലേക്ക് ഒന്ന് പിടിക്കുകയാണ്. അപ്പം തന്നെ ആ സ്റ്റാൻലി സ്നേഹത്തോടെ അലീനെ നോക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ആ കൈ എടുത്ത് അലീനയുടെ കയ്യിലിട്ട് പുറത്തേക്ക് എടുത്ത് വെക്കണം കേട്ടോ. അപ്പം വീന്നിട്ട് പപ്പയെ നോക്കി ചിരിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ പപ്പ പെട്ടെന്ന് തന്നെ അലീനെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. നോക്കിയിട്ട് അലീനയുടെ വണ്ടി അങ്ങ് നിർത്തുകയാണ്. അപ്പം തന്നെ അയാളുടെ ദേഷ്യം പകുതിയും കുറഞ്ഞു. അലീനയുടെ മുഖത്തേക്ക് അനുകമ്പയോടെ നോക്കുക. എന്നിട്ട് പറയുന്നുണ്ട്, ഞാനേ ആ ചെക്ക് ഡാം പണിയുന്നത് ഞാനങ്ങ് സ്റ്റോപ്പ് ചെയ്യുക, ഇനി ഞാനത് ചെയ്യുന്നില്ല. ഇത്രയും കേൾക്കുമ്പോൾ അലീനയ്ക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. ആ കണ്ണൊക്കെ അങ്ങ് നിറഞ്ഞു പോയി. നമ്മളെ അപ്പച്ചനും അത്ഭുതമായിപ്പോയി. ഇത്രയും കർക്കശക്കാരനായ നമ്മുടെ സ്റ്റാൻലിയെ ഇത്ര പെട്ടെന്ന് മാറ്റിയെടുക്കാൻ അലീനയ്ക്ക് സാധിച്ചല്ലോ. നാട്ടുകാർക്ക് ഒരു ഉപകാരവും ഇല്ല, എല്ലാവരെയും കുടിവെള്ളം നശിപ്പിച്ച് സ്വന്തം ലാഭത്തിന് വേണ്ടി നടത്തുന്ന ഈ ഒരു പദ്ധതി അലീന എതിർത്തത് ആദ്യമായിട്ട് നമ്മുടെ സ്റ്റാൻലി അതങ്ങ് അനുകൂലിച്ച് കൊടുക്കുക കേട്ടോ. അത് അലീനയ്ക്കും ഭയങ്കര സന്തോഷമാണ്, സ്റ്റാൻലിക്കും ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ അവർ എല്ലായിടത്തും കറങ്ങി നടന്ന് ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് ഇന്നത്തെ യാത്ര അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാം. താങ്ക്